ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ഓഫറും ആയിട്ടാണ്. നമ്മളിടയ്ക്ക് റോസിൻ്റെ കോംബോ ഓഫർ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഈ ഒരു കോംബോ വെക്കുന്നത്. 380 കോംബോ ആണ്. അപ്പോൾ നമ്മൾ ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോ 380 കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 5 പ്ലാന്റ്സിൻ്റെയാണ്. എല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അതിൽ വരുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വന്നേക്കുന്നത് യെല്ലോ ആണ് കേട്ടോ. നാടൻ മഞ്ഞയാണ്. കമ്പ് കുത്തി പിടിപ്പിച്ച തൈകളാണ് ഇതിനകത്ത് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പം ഇത് സെയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നതും ഒരുപാട് ആളുകൾ കളക്ട് ചെയ്യുന്നതായിട്ടുള്ള റോസാണ് കേട്ടോ ഇത്. അപ്പോൾ രണ്ടാമത് വന്നേക്കുന്നത് നമ്മുടെ പിങ്ക് ബട്ടൺ റോസാണ്. ഇതിൻ്റെ എല്ലാം പൂക്കളോട് കൂടിയ തൈകളാണ് കേട്ടോ നമുക്കിത് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഓൺ റൂട്ടഡ് ആണ്. കൂടുതൽ ആൾക്കാരും എൻ്റെ അടുത്ത് ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ കോംബോ അന്വേഷിച്ച് വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ തന്നെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ കോംബോ ആണ്. ഇങ്ങനെ നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട്. ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്ലാന്റ്സ് കൊടുക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. കാരണം ഞാൻ എല്ലാ തവണയും പറയുമ്പോൾ തന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ചിലപ്പോൾ ഒരു 150-200 പേർക്കുള്ള ഓർഡേഴ്സ് ആയിരിക്കും ചിലപ്പോൾ കൊടുക്കാനുണ്ടാവുക. പറ്റിപ്പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി എൻക്വയറീസ് വരും. ഒരുപാട് പേര് ഗൂഗിൾ പേ നമ്പർ മേടിക്കും. അതിൽ ചിലരാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പേയ്മെൻറ്റ് ഇട്ട് ഓർഡർ കൺഫേം ആക്കി പോകും. ഇനി ചിലരുണ്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്പറൊക്കെ അറിയാമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് പേയ്മെൻറ്റ് ഇടും, സ്ക്രീൻഷോട്ട് അയക്കും, അഡ്രസ്സും അയച്ചിട്ട് പോകും. ചിലപ്പോൾ അഡ്രസ്സ് എൻ്റെ കയ്യിൽ കാണും. അപ്പോൾ പ്ലാൻസ് അയച്ചിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പോകും. ചിലരാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ നമ്പർ മേടിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ ചെയ്യാമെന്ന് പറയും. പിന്നെ അവരുടെ ഒരു അനക്കവും കാണില്ല. 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളടുത്ത് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് പോലും ചോദിക്കാതെ പേയ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസസിലാണ് ലാസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പ്ലാന്റ്സ് കൊടുക്കാൻ പറ്റാണ്ടൊക്കെ ആവുന്നത് കേട്ടോ. അപ്പം മൂന്നാമതായിട്ട് സമ്മർ സ്നോ പ്ലാന്റാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് നാലാമത് വരുന്നത് ഈ ഒരു റെഡ് ബട്ടൺ റോസ്. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ഹാരമൊക്കെ കെട്ടാൻ യൂസ് ചെയ്യുന്ന റോസാണ്. ഈ ഒരു റെഡ് ബട്ടൺ റോസ് എന്ന് പറയുന്നത് ഹാരത്തിനും അമ്പലത്തിലൊക്കെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മിനിയേച്ചർ ടൈപ്പ് ഫ്ലവറാണ്. അടിപൊളിയാണ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാ പ്ലാന്റ്സും ഏകദേശം ഒരു 2-3 ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ്സ്, എല്ലാത്തിലും അങ്ങനെ പറഞ്ഞൊന്നുമില്ല, 2-3 ബ്രാഞ്ചുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഓൺ റൂട്ടഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല പോലെ തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും. എന്നും പൂക്കളുണ്ടാവും. നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് വന്നേക്കുന്നത് ഈ ഒരു കാശ്മീരിയാണ്. 2 ടൈപ്പിലും നമുക്കിപ്പോൾ 2 മിക്സഡ് ആണ്. 2 ടൈപ്പിലും ഫ്ലവറിങ് ആവുന്നുണ്ട്. പിങ്ക് പോലെയും വരുന്നുണ്ട്, മജന്ത പോലെയും വരുന്നുണ്ട്. അതാണ് ഞാനിതിൽ വീഡിയോ എടുത്ത് തന്നെ കാണിക്കാൻ കാരണം. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, ഇതിങ്ങനെ തന്നെ ആണോ എന്താണ് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടിതിലും ഫ്ലവറിങ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതിയാവും. നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ തന്നെ മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ഇന്ന് നൈറ്റ് തന്നെ എല്ലാവർക്കും റിപ്ലൈ തന്ന് തീർക്കുന്നതായിരിക്കും. അപ്പോൾ അതിലൊന്നും ആരും ടെൻഷൻ വിചാരിക്കേണ്ട. ഡിലേ വരാതെ മാക്സിമം നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചെയ്യാട്ടോ. പിന്നെ നമ്മൾ കൊറിയർ അയക്കാനായിട്ട് എടുക്കുന്നത് 15 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ഹസ്ബൻഡും ഞാനും കൂടെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ കൂട്ടിന് നമുക്ക് ഹെൽപ്പിനായിട്ട് അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഹെൽപ്പിന് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ബൾക്കായിട്ട് ഓർഡർ വരുമ്പോൾ മാത്രമാണ് നമുക്ക് മാക്സിമം ഒരു ദിവസം ചെയ്തു പോകാൻ പറ്റുന്ന ഓർഡേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു ഡിലേ വരുന്നത്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് കൊറിയർ ഓഫീസിലേക്ക് പോകാൻ തന്നെ ഏകദേശം ഒരു 25 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ ഓരോരുത്തർക്കും സെലക്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ഒരെണ്ണം 5, 6, 7, 8 മുതൽ 20 പ്ലാന്റ്സ് ഒക്കെ നമുക്കൊരു കൊറിയറിൽ അയക്കേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ വരാറുണ്ട് കേട്ടോ. പിന്നെ ഈ വരുന്ന ചൊവ്വാഴ്ച മുതലായിരിക്കും അടുത്ത കൊറിയർ ഉണ്ടാവുക കേട്ടോ. താങ്ക്